കട്ടക്കലിപ്പന്റെ മാലാകപ്പെണ്ണ്. രചന ജാസ്മിൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. മാൻഷനിലെ സെറ്റിൽ മോഹൻ ഇരിക്കുന്നുണ്ട്. മോഹന്റെ പിന്നിൽ സെറ്റിൽ പിടിച്ചുകൊണ്ട് ദേവി നിൽക്കുന്നുണ്ട്. കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് സാരിയുടെ തലകൊണ്ട് തുടയ്ക്കുന്നുണ്ട്. റോണി ഫോണിൽ ആരോടൊക്കെയോ സംസാരിച്ചുകൊണ്ട് പുറത്തുണ്ട്. ഒപ്പം അശോകും. റോണ സെറ്റിൽ തലവെച്ച് കണ്ണുകളടച്ച് ചാരിയിരിക്കുകയാണ്. രുദ്രൻ അവർക്കെതിരെയുള്ള സെറ്റിൽ കുനിഞ്ഞിരിക്കുകയാണ്. കാൽമുട്ടിൽ രണ്ട് കൈയും താങ്ങി മുടിയിൽ അമർത്തി വലിക്കുന്നുണ്ട് അവൻ. ഉള്ളിൽ ചെന്ന ലഹരി ഇപ്പോഴും അവനിൽ നിന്ന് വിട്ടുമാറാത്തതുകൊണ്ട് അവന്റെ കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ട്. അവരെല്ലാവരെയും മാറി മാറി നോയിക്കൊണ്ട് വിശ്വനാഥനും ശ്രദ്ധയും ഗൗരിയും വിവേകും ഇരിക്കുന്നുണ്ട്. ഒരു ചെറിയ ഷോർട്ട്സും സ്ലീവ്ലെസ് ക്രോപ്പ് ടോപ്പുമാണ് ശ്രദ്ധയുടെ വേഷം. അവളുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് അകത്തേക്ക് പോയിക്കൊണ്ടിരുന്നു. പ്രതീക്ഷിച്ച ആളെ മാത്രം കാണുന്നില്ല. മോൻ ഇങ്ങനെ മിണ്ടായിരുന്നിട്ട് കാര്യമില്ലല്ലോ, എന്തെങ്കിലും പറയൂ. ഒരു പരിഹസിച്ചുള്ള സംസാരം. മോഹൻ അയാളൊന്ന് ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് വീണ്ടും നോട്ടം മാറ്റി. സമയം കുറേയായി. സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന നമ്മൾ രണ്ടു വീട്ടുകാരും കൂടെ ആലോചിച്ചൊരു തീരുമാനം എടുക്കാനാ. ഇതുവരെ ആരൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് പറഞ്ഞെന്നാ ഒന്നുകൂടെ സൗകര്യമായിരുന്നു. റോണ കണ്ണുകൾ തുറന്ന് വിശ്വനാഥനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അവരുടെ തീരുമാനം അറിയണമല്ലോ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞെന്ന് നിങ്ങൾ പറയണ്ട. നല്ലപോലെ ആലോചിച്ച ശേഷം ഒരു തീരുമാനം എടുത്താൽ മതി. ഇതിപ്പോൾ ലോകം മുഴുവൻ അറിഞ്ഞ സ്ഥിതിക്ക് നല്ലൊരു തീരുമാനം തന്നെ എടുക്കണം. എങ്കിൽ ഞങ്ങളിത് കുറച്ച് കാശ് ഞങ്ങൾ സെറ്റിൽ ചെയ്യാം. റോണ ഒരു പൂച്ചച്ചിരിയോടെ പറയുമ്പോൾ വിശ്വനാഥൻ ചിരിച്ചു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ, ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല. ആദ്യത്തെ പോലെ അവൻ്റെ ശത്രുക്കൾ നടത്തിയ പ്ലാൻ അവരൊന്നുകൂടെ കളിച്ചു നോക്കി. പക്ഷേ അതിൽ ഇപ്രാവശ്യം എൻ്റെ മകൾ ചെന്ന് ചാടി. കഴിഞ്ഞ തവണ ഒരു ചെറിയ ഫോട്ടോ മാത്രമാണെങ്കിൽ ഇന്നൊരു വീഡിയോ, അത്രയേ ഉള്ളൂ. പക്ഷെ ഒരു ഫിസിക്കൽ റിലേഷൻ നടന്ന സ്ഥിതിക്ക് എന്തു ചെയ്യും? അയാൾ പറഞ്ഞു നിർത്തുമ്പോൾ ദേവി മോഹൻ്റെ ഷോട്ടിൽ അമർത്തി പിടിച്ചു. അവരുടെ തേങ്ങൽ അവിടെ ഉയർന്നു കേട്ടു. ഈ നിമിഷം അവൾ ഉണ്ടായിരുന്നെങ്കിൽ ആലോചിക്കാൻ വയ്യ ആർക്കും അങ്ങനെ ഒരു നിമിഷം. അയാളുടെ വാക്കിൽ കേട്ട് രുദ്രൻ കണ്ണുകൾ അമർത്തി അടച്ചു. മുടിയിൽ ശക്തിയിൽ അമർത്തി വലിച്ചു. അവ്യക്തമായ എന്തൊക്കെയോ ദൃശ്യങ്ങൾ അവന്റെ മനസ്സിലൂടെ കടന്നുപോയി. അവന്റെ ശരീരത്തിന് മുകളിൽ കയറി കിടന്ന് അവന്റെ ചുണ്ടുകൾ ചുംബിക്കുന്ന ഒരുവളുടെ ദൃശ്യം. രുദ്രൻ കണ്ണുകൾ വലിച്ചു തുറന്ന് ചാടി എഴുന്നേറ്റു. മുന്നിലെ ഗ്ലാസ് ടേബിൾ തട്ടിയെറിഞ്ഞു. അവന്റെ ശരീരത്തിലെ ഗന്ധം അതവന് പരിചയമില്ല. മൂക്കിലേക്ക് കുത്തി തുളച്ച് കയറുന്ന മണം. അവൻ തലയൊന്ന് കുടഞ്ഞു. എല്ലാവരും വേദനയോടെ അവനെ നോക്കി. ഇതുവരെ ആരോടൊരക്ഷരം മിണ്ടിയിട്ടില്ല, ആരെയും നോക്കിയിട്ടില്ല. ആകെ ഭ്രാന്തി പിടിച്ച പോലെ. അവൻ സെറ്റിൽ തന്നെ ഇരുന്നു. കണ്ണുകൾ അടയുന്നുണ്ട്, ശരീരം കുഴയുന്നുണ്ട്. അവനവൻ്റെ പെണ്ണിനെ ഒന്ന് കാണാൻ തോന്നി. അവളുടെ ഗന്ധം ശരീരത്തിൽ നിറക്കാൻ, മൂക്കിലേക്ക് വലിച്ചു കയറ്റാൻ, ഇറുക്കെ പുണരാൻ, കണ്ണുകൾ അടച്ചു പിടിച്ച് ഒന്നും ആലോചിക്കാതെ ആ മാറിലെ ചൂടിൽ പതിഞ്ഞു കിടക്കാൻ. പക്ഷെ ഇപ്പൊ കണ്ട കരയും, ഒത്തിരി ഒത്തിരി കരയും. ഈച്ച. അവളുടെ ശബ്ദം കേട്ടത് അശോക് ഒന്നും മിണ്ടിയില്ല. എന്തു പറയും അവളോട്? എങ്ങനെ പറയും? ഇതറിഞ്ഞപ്പോൾ മുതലുള്ള വിളിയാണ്. രുദ്രന്റെ ഫോൺ അശോകിന്റെ കയ്യിലാണ്. 7 മണിക്ക് തുടങ്ങിയ വിളിയാണ്. ഇപ്പോൾ സമയം 11 മണി. ഇതുവരെ ഇത് തന്നെയാണ് അവസ്ഥ. എന്നാൽ ഇനി എടുക്കാതിരുന്നിട്ട് കാര്യമില്ല. ഇഷു. ഏട്ടാ. അവളുടെ അടഞ്ഞ ശബ്ദം കേട്ടതും അശോക് കണ്ണുകൾ അടച്ചു. വയ്യ, ഒരു വേദന മാറിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും അടുത്ത വേദന. മോളെ ഇഷു, ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ മാൻഷനിലുണ്ട്. എല്ലാവരും കൂടെ ഒരു തീരുമാനം എടുക്കുകയാണ്. നമ്മളെ ചതിച്ചവരെ കണ്ടുപിടിക്കണ്ടേ? ഈ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കൊണ്ടുവരാം കേട്ടോ. ഈച്ചയുടെ ഒന്ന് കൊടുക്കോ, എനിക്ക് ശബ്ദം ഒന്ന് കേൾക്കാൻ. അവൾ തേങ്ങളോടെ പറയുമ്പോൾ അശോക് പുറത്തു നിന്നുകൊണ്ട് തന്നെ രുദ്രനെ നോക്കി. മുടിയിൽ പിടിച്ചു വലിച്ച് സെറ്റിയിലിരിക്കുന്നുണ്ട്. അശോക് കൂടുതലൊന്നും ആലോചിക്കാതെ അങ്ങോട്ട് നടന്നു. കുനിഞ്ഞിരിക്കുന്ന രുദ്രന്റെ മുമ്പിലേക്ക് അശോക് ഫോൺ നീട്ടിയതും അവൻ മുഖമുയർത്തി രുദ്രനെ നോക്കി. അവന്റെ കണ്ണ് നിറഞ്ഞിരുന്നു. അവൾ കാണുന്ന പേരിലേക്ക് നോക്കി രുദ്രൻ ഫോൺ ചെവിയിൽ വെച്ചു. അവളുടെ തേങ്ങിക്കൊണ്ടുള്ള വിളി, ശബ്ദമൊക്കെ അടഞ്ഞിട്ടുണ്ട്. ഈ നേരം വരെ കരയായിരിക്കണം. രുദ്രൻ കണ്ണുകൾ അമർത്തി തുടച്ച് എഴുന്നേറ്റ് നിന്നു. ഇങ്ങനെ ഇരുന്നിട്ടെന്താ, പ്രതികരിക്കണം. ഇഷ, ഇവിടെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വായോ കേട്ടോ. അപ്പോഴേക്ക് ഇച്ചയെല്ലാം ശരിയാക്കിയിരിക്കും. അത് പറയുമ്പോൾ അവന്റെ കണ്ണുകൾ അവനെ നോക്കി വശ്യമായി ചിരിക്കുന്നവളിലായിരുന്നു. അവന്റെ കണ്ണുകളും തിളങ്ങി. ഭക്ഷണം കഴിച്ച് നല്ല കുട്ടിയായിട്ട് ഇരിക്കുക കേട്ടോ. എന്നാൽ ഫോൺ കണ്ണന് കൊടുക്കുക. രുദ്രൻ പറഞ്ഞത് അവൾ ഫോൺ കണ്ണന് കൊടുത്തു. രുദ്രൻ എന്തൊക്കെയോ പറഞ്ഞ ശേഷം ഫോൺ വെച്ച് അശോകനെ തന്നെ ഏൽപ്പിച്ചു. അശോകൻ അതുകൊണ്ട് പുറത്തേക്ക് പോയി. അപ്പോൾ എല്ലാവരും കൂടെ എന്ത് തീരുമാനിച്ചു? മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ടാവും മുന്നോട്ട് അവർക്കടുത്തേക്ക് വന്നു. ശ്രദ്ധ അവനെ മൊത്തമായി നോക്കി. അവൻ്റെ ചുണ്ടിൻ്റെ ഒരറ്റം ചെറിയ തൊലിയടന്ന പോലെ ചുവന്ന നിറത്തിൽ എടുത്തു കാണിക്കുന്നുണ്ട്. അതുപോലെ കഴുത്തിലുമുണ്ട് ചെറിയൊരു ചുവന്ന നിറം. ശ്രദ്ധയുടെ ഉള്ളം തുടികൊട്ടി. ഇനിയും അതുപോലെ അവനെ ചുംബിക്കാൻ. പക്ഷെ അത് കഴിഞ്ഞുള്ള രംഗങ്ങൾ മനസ്സിലേക്ക് വന്ന് അവളൊന്ന് വിയർത്തു. ശരീരം വിറച്ചു. അത് പുറത്ത് കാണിക്കാതെ അവൾ അങ്ങനെ തന്നെ നിന്നു. ഞങ്ങൾ പറഞ്ഞല്ലോ, എങ്ങനെയായാലും ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. കാശ് കൊടുത്ത് ഈ കേസ് ഒത്തീർപ്പാക്കാനാണെങ്കിൽ അങ്ങനെ, അതല്ല നിനക്ക് ഞങ്ങളുടെ മോളെ മതിയെന്നാണെങ്കിൽ അങ്ങനെ. അയാളൊരു ചിരിയോടെ പറയുമ്പോൾ രുദ്രനൊന്ന് ചിരിച്ചു. ആ ചിരിയെയാണ് ഭയക്കേണ്ടത്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളങ്ങോട്ട് ഒന്നിക്കുന്നതല്ലേ നല്ലത്. ഇവള് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും എല്ലാ അർത്ഥത്തിലും ഒന്നായി കഴിഞ്ഞു.
ഇനിയിപ്പോൾ ഇതിനിടയിൽ നിനക്ക് നിന്റെ ഭാര്യയാണ് പ്രശ്നമെങ്കിൽ അതിനും നമുക്ക് വഴി കാണാം. എങ്ങനെ? ആ ഒരു വർത്തമാനം കേട്ട് അകത്തേക്ക് വന്ന റോണിയാണ് അത് ചോദിച്ചത്. അതിപ്പോ നമുക്ക് ആ കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അവൾക്ക് താല്പര്യം അതാണെങ്കിൽ ഒഴിഞ്ഞു പോട്ടെ. അല്ലെങ്കിലും നല്ലൊരു ഭാര്യയാണെങ്കിൽ മറ്റൊരുത്തിയുടെ കൂടെ കിടന്ന ഭർത്താവിനെ സ്വീകരിക്കില്ലല്ലോ. ആ പെൺകുട്ടിയുടെ ജീവിതം നിങ്ങൾ നശിപ്പിച്ചു എന്ന തോന്നൽ വേണ്ട. ഞങ്ങൾ തന്നെ ആ കുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കാം, അല്ലേ? ഗൗരി വിശ്വരനായി കൊണ്ട് പറയുമ്പോൾ അയാളൊന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി. മറ്റുള്ളവരുടെ കണ്ണുകൾ ചുരുങ്ങി. ഞാൻ പറഞ്ഞു വന്ന് നിങ്ങൾ ഞങ്ങളുടെ മകളെ സ്വീകരിക്കുകയാണെങ്കിൽ എൻ്റെ മകൻ ആ കുട്ടിയെ സ്വീകരിക്കും, അല്ലേ വിവി? പ്രതീക്ഷിക്കാത്ത കാര്യമാണെങ്കിൽ കൂടി ആ പറഞ്ഞവന് ബോധിച്ചു. ഇഷ്വ അത്രമേൽ കൊതിയോടെ അവൻ മനസ്സിൽ ഉരുവിട്ടു. എന്നാൽ അവൻ്റെ കണ്ണുകൾ ചുവന്നു, മുഖം വലിഞ്ഞു മുറുകി. എല്ലാം സഹിക്കാം, പക്ഷേ ഇപ്പോൾ പറഞ്ഞ ഈ കാര്യം അതുമാത്രം സഹിക്കില്ല. രുദ്രൻ പാഞ്ഞെന്ന് ഗൗരിയുടെ കഴുത്തിൽ പിടിച്ചുയർത്തി. അവരുടെ അടുത്തേക്ക് വന്ന് വിവേകിന്റെ രുദ്രൻ ചവിട്ടിയെറിഞ്ഞു. അവൻ ആ വലിയ ഹാളിൽ ഉയർന്ന ശബ്ദത്തിൽ നിലത്തേക്ക് ശരീരമടിച്ച് വീണു. എന്റെ പെണ്ണിനെ ഞാൻ ഈ പൊലയാടി മോന് കൊടുക്കണോ? ഗൗരിക്ക് നേരെ ചീറുമ്പോൾ അവരവന്റെ കയ്യിൽ കിടന്നുകൊണ്ട് തന്നെ വേണ്ടൻ തലയാട്ടി. രുദ്രൻ അവരുടെ കഴുത്തിലെ പിടിവിട്ടതും അവർ നിലത്തേക്ക് വീണുപോയി. അമ്മ എന്തിനാ ആ പെണ്ണിനെ പറയാൻ പോയത്? അല്ല ഇപ്പൊ ഇത് കിട്ടേണ്ടി വരുമോ? ഗൗരിയെ പിടിച്ചെണീപ്പിക്കുന്നതിനിടയിൽ ശ്രദ്ധ അവിടെ ചെവിയിൽ പിറുവിറുത്തു. ഒഴിഞ്ഞു പോണേ പോട്ടെ എന്ന് കരുതി, നിനക്ക് കിട്ടില്ല അവനെ. അതങ്ങനെയൊന്നും ഒഴിഞ്ഞു പോവില്ല, അതെനിക്ക് കുറച്ചു മുന്നേ മനസ്സിലായതാ. ഗൗരിക്ക് മറുപടി കൊടുക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ആ ഹോട്ടൽ റൂമിലെ നിമിഷങ്ങളായിരുന്നു. ശ്രദ്ധ തലയെന്ന് കുടഞ്ഞ് മുന്നിലേക്ക് നോക്കുമ്പോൾ അവൻ വിവേകിനെ ചവിട്ടി കൂട്ടുകയാണ്. ഞാൻ നിന്ന നിൽപ്പിൽ അങ്ങ് ഭൂമി പിളർന്ന് താഴെ പോയാലും എന്റെ പെണ്ണിനെ നിനക്ക് നോക്കാൻ കിട്ടില്ലടാ നായേ. പറഞ്ഞുകൊണ്ട് അവന്റെ ശരീരത്തിലേക്ക് അവൻ കാലമർത്തുമ്പോൾ ആരും അവനെ തടഞ്ഞില്ല. നിലത്ത് കിടക്കുന്നവനെ കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ എന്നൊരു ഭാവമായിരുന്നു എല്ലാവരുടെയും മുഖത്ത്. അത്രയ്ക്കൊണ്ട് അവന്റെ ഉള്ളിലെ പിരിമുറുക്കം. അവസാനം അവനെ നെഞ്ചിൽ ആഞ്ഞൊരു ചവിട്ട് കൊടുക്കുമ്പോൾ അവൻ വലിയ ശബ്ദത്തിൽ അലറിക്കരഞ്ഞുകൊണ്ട് അവിടെ വീണു. രുദ്രൻ അവന്റെ മുടിയിലൊന്ന് കോർത്ത് പിടിച്ചു വലിച്ചുകൊണ്ട് സെറ്റിയിലിരുന്നു. നീ ഞങ്ങളെ തല്ലിയിട്ടോ കൊന്നിട്ടോ ഒരു കാര്യമില്ല രുദ്ര. ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആലോചിക്കണം. കള്ളും കുടിച്ച് ബോധമില്ലാതെ ഹോട്ടൽ റൂമിൽ എന്റെ മകളുടെ കൂടെ കിടന്ന് മറിയുമ്പോ ഈ പറഞ്ഞ ഭാര്യയൊന്നും എനിക്ക് ഓർമ്മ വന്നില്ലേ? വിശ്വൻ അവന് നേരെ ചീറുമ്പോൾ അവൻ മുഖമുയർത്തി കത്തുന്ന കണ്ണുകളുടെ അയാളും നോക്കി. വിശ്വ, നിന്റെ സംസാരം കേട്ട എന്റെ മകൻ മനഃപൂർവ്വം നിന്റെ മകളെ വിളിച്ചു വരുത്തിയ പോലെയാണല്ലോ. ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം ഇതിന് പിന്നിൽ ആരുടെ ബുദ്ധിയാണെന്ന്. അതിനെതിരെ പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടുമല്ല. പക്ഷെ ഇപ്പൊ അതിനെതിരെ വല്ലതും ചെയ്തു പോയാ എല്ലാം എന്റെ മകന്റെ തലയിലാവും. അതുകൊണ്ട് ഞങ്ങളത് പിന്നത്തേക്ക് വെക്കുക. മോഹന്റെ വാക്കുകളുടെ ഭീഷണി വിശ്വന് മനസ്സിലായി. പക്ഷെ വിട്ടുകൊടുക്കാൻ തോന്നിയില്ല. തെറ്റും ശരിയൊക്കെ അവിടെ നിൽക്കട്ടെ മാഹി. ഇതിനെ ഇറങ്ങി തിരിച്ച ഞാനാണെങ്കിൽ ഞാൻ എന്റെ മകളിതിലേക്ക് വലിച്ചിടില്ലായിരുന്നു. ഇതിപ്പോ എന്റെ മകൾക്കല്ലേ നഷ്ടങ്ങൾ സംഭവിച്ച്. അവൾ ഇനി ഈ ലോകം എങ്ങനെ കാണും? ഇതുവരെ കണ്ട പോലെ തന്നെ കാണണം. നിങ്ങളുടെ മകൾ വലിയ പുണ്യാളത്തിയൊന്നല്ലല്ലോ. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? അതൊരു രഹസ്യമായ പരസ്യമായിരുന്നു. ഇപ്പൊ രഹസ്യം പരസ്യമായി, അത്രയേ ഉള്ളൂ. റോണി ആളോട് പറയുമ്പോൾ അയാളൊന്ന് അവനെ നോക്കി. റോണി ഒന്ന് പുച്ഛിച്ചു. എങ്ങനെയാണെങ്കിലും അങ്ങനെ സംഭവിച്ചു പോയില്ലേ. ഇനിയിപ്പോ ഇതിന്റെ വല്ല ഭവിഷ്യത്തും ഭാവിയിലും ഉണ്ടാവുമെന്നാ. രുദ്രൻ നോക്കി അയാളത് പറയുമ്പോൾ എല്ലാവരും അവനെ നോക്കി. അവൻ തലതാഴ്ത്തിയിരിക്കുകയാണ്. പറയുന്നത് സത്യമല്ലെങ്കിൽ അവൻ പ്രതികരിക്കും. ഇതിപ്പം മിണ്ടാതിരുന്ന് എല്ലാം കേൾക്കണമെന്നുണ്ടെങ്കിൽ ദേവിക സങ്കടം സഹിക്കുന്നില്ല. മനസ്സിൽ മുഴുവൻ അവളാണ്, തൻ്റെ പൊന്നുമോൾ. അവളെങ്ങനെ സഹിക്കും? അതുമാത്രമായിരുന്നു ദേവിയുടെ പേടി. രുദ്രൻ പെട്ടെന്ന് സെറ്റിൽ നിന്ന് എഴുന്നേറ്റ് ശ്രദ്ധയുടെ നേരെ നടന്നു. അവന്റെ വരവ് കണ്ടതും ഗൗരിയെ പിടിച്ചു നിന്നിരുന്നവൾ പതിയെ അവരിലെ പിടിവിട്ടു. ഗൗരി സെറ്റിയിലേക്കിരുന്നു. ശ്രദ്ധ അവന്റെ മുഖത്തേക്ക് നോക്കി. രുദ്രൻ അവൾക്ക് മുമ്പിൽ വന്നു നിന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി. എന്തൊക്കെയോ നോക്കി പഠിക്കുന്ന പോലെ. ശ്രദ്ധയ്ക്ക് ഉറപ്പുണ്ടോ? അങ്ങനെ വല്ലതും നടന്നോ? രുദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകളും നിറഞ്ഞു. രുദ്രൻ ആ കണ്ണുകളിലേക്ക് നോക്കി. എവിടെയെങ്കിലും സത്യമുണ്ടോ എന്നറിയാൻ ശ്രദ്ധ പതിയെ തലകുലുക്കി. പൂർണ്ണമായിട്ട് ഓർമ്മയില്ലെങ്കിലും എന്തൊക്കെയോ നമ്മൾ തമ്മിൽ നടന്നിട്ടുണ്ട്. എനിക്ക് ബോധം വരുമ്പോൾ മതി പറഞ്ഞു മുഴുവനാക്കാൻ അവൻ സമ്മതിച്ചില്ല. കൈയുയർത്തി തടഞ്ഞുകൊണ്ട് അവൻ വേഗം അവളിൽ നിന്ന് തിരിഞ്ഞു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. നെഞ്ചിൽ വലിയ ഭാരം എടുത്ത് വെച്ച പോലെ, കണ്ണുകൾ നീറിപ്പുകയുന്ന പോലെ. ആ ഒരുവൾ മാത്രമാണ് മനസ്സിൽ. ആ അപ്പൊ ഇനി എന്താ പ്ലാന്? വിശ്വന്റെ പരിഹാസത്തോടെയുള്ള ചോദ്യം. മോഹൻ പല്ലുകടിച്ചു. അതിപ്പോ ഇത്ര ചോദിക്കാനെന്താ? നേരത്തെ പറഞ്ഞ പോലെ കാശ് കൊടുത്ത് ഒതുക്കാം. കേസ് ഒതുക്കാനും മീഡിയയിൽ ഇത്തിരി കാശ് അധികം കൊടുക്കേണ്ടി വരും. പിന്നെ ശ്രദ്ധയ്ക്ക് ഏട്ടന്റെ പേരിൽ പരാതിയില്ലാത്തടത്തോളം വലിയ പ്രശ്നമില്ല. ശ്രദ്ധയ്ക്ക് വല്ല പരാതിയുണ്ടോ? റോണി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എന്തോ ഇതുവരെയുള്ള ആവേശമൊന്നും അവളുടെ മുഖത്തില്ല. അവളില്ലെന്ന് തലയാട്ടി. അപ്പൊ പിന്നെ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് കുഴപ്പമുണ്ട്. എന്റെ മോളുടെ ജീവൻ തകർന്നില്ലേ? അവൾ ഇവന് തമ്മിലുള്ള ബന്ധം എന്താ? അവന് വേറെ ഭാര്യയും ജീവിതമുണ്ട്. അവൻ എന്ത് നെറിയേട് കാണിച്ചാൽ അവന്റെ പെണ്ണ് ക്ഷമിക്കുമായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ പറ്റില്ല. അതുവരെ മിണ്ടാകുന്ന ഗൗരി പിന്നെ അലറാൻ തുടങ്ങി. രുദ്രനൊന്നും മിണ്ടാതെ സെറ്റിൽ തലയിൽ കൈ താങ്ങിയിരിക്കുകയാണ്. വയ്യ. അവൻ തളർന്നു. കണ്ണുകൾ മുറുക്കി അടച്ചു. എന്തൊക്കെയോ അവ്യക്തമായ ചിന്തകൾ അവന്റെ ഉള്ളിലൂടെ കടന്നുപോയി. രുദ്രൻ എണീറ്റ് വാഷ് ബേസിന്റെ അടുത്തേക്ക് നടന്നു. പൈപ്പ് തുറന്ന് വെള്ളം ശക്തിയിൽ അവന്റെ മുഖത്തേക്കാക്കി കഴുകി. മുന്നിലെ മിററിലേക്ക് അവൻ നോക്കി. അവന്റെ കണ്ണുകൾ അവന്റെ ചുണ്ടിൽ തറഞ്ഞു നിന്നു. അവന്റെ ചുണ്ടിലെ ചെറിയ ചുവന്ന നിറത്തിലെ മുറിവ് രുദ്രന്റെ കണ്ണിൽ നിന്നൊരു തുള്ളി ആ വെള്ളത്തിലൂടെ കലർന്നു. ഇഷ
അവന്റെ ചുണ്ടുകൾ പതിയെ മുഴിഞ്ഞു. ഹൃദയം നുറുങ്ങി രക്തം വരുന്ന പോലൊരു വേദന. അവൻ കണ്ണുകൾ അമർത്തി തുടച്ചു. വേദനിപ്പിക്കാൻ പറഞ്ഞാൽ മാത്രം വേദനിപ്പിച്ചുകൊണ്ട് അവന്റെ ചുണ്ടിനെ കടിച്ചു വലിച്ചു നുണയുന്ന അവന്റെ ഇഷയുടെ മുഖം അവന്റെ മനസ്സിലേക്ക് വന്നു. അവളുടെ ഗന്ധം, അവളുടെ ഓരോ ഓർമ്മകൾ. രുദ്രൻ കണ്ണുകൾ വലിച്ചു തുറന്നു. അവന്റെ ചുണ്ടുകളൊന്ന് വിടർന്നു. ശ്രദ്ധ, നിനക്ക് ഉറപ്പൊന്നുമില്ലല്ലോ നമ്മൾ തമ്മിലൊരു ഫിസിക്കൽ റിലേഷൻ നടന്നു എന്ന്? പെട്ടെന്ന് വന്നവൻ അങ്ങനെ ചോദിച്ചു. ഉണ്ടെന്ന് പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും അവളില്ലെന്ന് തലയാട്ടി. രുദ്രന്റെ ചുണ്ടുകൾ ഒന്നുകൂടെ വിടർന്നു. എങ്കിൽ പിന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം, അങ്ങനെ വല്ലതും നടന്നുവെന്ന്, അല്ലേ? ഒരിക്കലും അവനിൽ നിന്ന് പ്രതീക്ഷിക്കാത്തൊരു ചോദ്യം. ശ്രദ്ധ ശരിക്കും ഞെട്ടി. അവനെ തളർത്താൻ ഇതായിരുന്നൊരു വഴി. രുദ്ര! മോഹൻ അവനെ വിളിച്ചു. അത് വേണം. അവരെ റൂമിൽ കണ്ട സാഹചര്യം അതായിരുന്നു. എനിക്ക് നല്ല ഉറപ്പുണ്ട് അച്ഛാ, എൻ്റെ വിഷയം മറന്ന് ഞാനൊരിക്കലും അങ്ങനെ ചെയ്യില്ല. അതിനെനിക്കാവില്ല. അവന്റെ ആ വാക്കിൽ വല്ലാത്ത ഉറപ്പും പ്രതീക്ഷയും ഒക്കെ ഉണ്ടായിരുന്നു. രുദ്രൻ വീണ്ടും ശ്രദ്ധയുടെ മുഖത്തേക്ക് നോക്കി. അവൾ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ശ്രദ്ധ, നിനക്കിതിൽ പങ്കുണ്ടോ? രുദ്രൻ ചോദിക്കുമ്പോൾ അവളില്ലെന്ന് തലയാട്ടി. ഉണ്ടാവരുത്. ഞാനിപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ്. ഏതാണ് ശരി ഏതാണ് തെറ്റെന്നൊന്നും എനിക്ക് ഈ സമയത്ത് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയുന്നില്ല. പക്ഷേ ഇതൊക്കെയൊന്ന് ശാന്തമായ ഞാൻ ഈ നിമിഷം ഒന്നുകൂടെ ചെകഞ്ഞു നോക്കും. എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കണം. ശ്രദ്ധയുടെ മറുപടി മനസ്സിലായല്ലോ? രുദ്രൻ കടുപ്പത്തിൽ പറയുമ്പോൾ അവൾ അവനെ നോക്കി. പിന്നെ തലതാഴ്ത്തി. അവൻ കൊല്ലും, കൊല്ലാതെ കൊല്ലും. അവൾക്ക് അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇപ്പോഴും ഞാൻ ചോദിക്കുന്നു, നമ്മൾ തമ്മിൽ ആ റൂമിൽ വല്ലതും നടന്നോ? വീണ്ടും അവൻ ആ ചോദ്യം തന്നെ ആവർത്തിച്ചു. വീണ്ടും അവനെ നോക്കാതെ അവൾ തലവിലുക്കി. ഉറപ്പില്ലെങ്കിലും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്കെൻ്റെ കാര്യത്തിൽ വല്ലാത്ത ഉറപ്പുണ്ട്. എനിക്ക് ഏതൊരു ഉറക്കത്തിൽ എൻ്റെ പെണ്ണിനെ തിരിച്ചറിയാൻ കഴിയും. അവളുടെ മണം അതെനിക്ക് വേറെ അറിയാം. അത് പറയുമ്പോൾ അവനൊന്ന് ചിരിച്ചു. ശ്രദ്ധ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഉമിനീരിറക്കി. അവൾക്ക് പേടി തോന്നി, വല്ലാത്ത പേടി. അവൻ്റെ ആത്മവിശ്വാസം അത് നല്ലതല്ല, അതിനെ തകർക്കണം. നിന്റെ പെണ്ണിനെ തിരിച്ചറിയാൻ അവിടെ ഗന്ധം നോക്കാനും നീ പറഞ്ഞ പോലെ നീ ഉറങ്ങിക്കിടക്കായിരുന്നില്ല. നല്ല വീര്യമുള്ള ലഹരി അകത്ത് കിടന്ന് മയങ്ങിയായിരുന്നു നീ, അല്ലേ? വിശ്വം പറയുമ്പോൾ രുദ്രന്റെ ഭാവം മാറി. പക്ഷേ വിട്ടുകൊടുക്കാൻ അവൻ തയ്യാറായില്ല. അവന് വിശ്വാസമുണ്ട്. ഉപബോധ മനസ്സിൽ അവളുണ്ടായിരുന്നു. രുദ്രൻ കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചു. കരുതി കൂട്ടി വെച്ച ആത്മധൈര്യമൊക്കെ കയ്യിൽ നിന്ന് പോകുന്ന പോലെ. ഇച്ച തേങ്ങിക്കൊണ്ടുള്ള ശബ്ദം ചെവിയിലേക്ക് പതിഞ്ഞതും രുദ്രൻ തലയിൽ നിന്ന് കൈകളെടുത്ത് കണ്ണുകൾ തുറന്ന് തലചരിച്ച് വാതിലേക്ക് നോക്കി. അവിടെ അവൻ്റെ ഇഷയുണ്ട്, തേങ്ങിക്കൊണ്ട്, കരഞ്ഞുകൊണ്ട്, മുഖം ചുവന്ന് തുടുത്ത്, സങ്കട അണപൊട്ടി ഒഴുകി അങ്ങനെ നിൽക്കുവാണ്. രുദ്രൻ സെറ്റിൽ നിന്ന് എഴുന്നേറ്റത് ഈശു ഇത്തിരി വേഗത്തിൽ അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അവളുടെ വയ്യായികൾ അവൾ മറന്നു. രുദ്രൻ എല്ലാം മറന്ന് അവളെ നോക്കി കൈവിടർത്തി. ദേവി കണ്ണുകൾ തുടച്ചവരെ നോക്കി. ഇപ്പോൾ മനസ്സിലൊരു സമാധാനമുണ്ട്. പക്ഷേ അത് എത്ര നേരത്തേക്ക് നിലനിൽക്കുമെന്നറിയില്ല. ശ്രദ്ധയുടെ കണ്ണുകളും ഗൗരിയുടെ കണ്ണുകളും നിലത്തിരിക്കുന്ന വിവേകിന്റെ കണ്ണുകളും വിശ്വന്റെ കണ്ണുകളും ഒക്കെ ഈശുവിലേക്ക് നീണ്ടു. ഒരു വെള്ള നിറത്തിലുള്ള ഓപ്പൺ ടോപ്പാണ് വേഷം. ഒരു ബ്ലാക്ക് പലാസയും. ഇങ്ങോട്ട് വരുമ്പോൾ ടീഷർട്ട് മാറ്റി ടോപ്പിട്ടതാണ്. കരഞ്ഞ് കരഞ്ഞ് കണ്ണും മുഖമൊക്കെ ചുമന്ന് കലങ്ങിയിട്ടുണ്ട്. രുദ്രൻ കൈവിടർത്തിയതും അവൾ അവനെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് അവനെ വരിഞ്ഞു മുറുക്കി. രുദ്രന്റെ കൈകൾ അവളെ തിരിച്ച് പുണരുന്നതിന് മുമ്പ് തന്നെ അവൾ വേഗത്തിൽ അവനിൽ നിന്ന് അകന്നു മാറി. രുദ്രന്റെ നെറ്റി ചുളിഞ്ഞു. പിന്നെ കാര്യം മനസ്സിലായ പോലെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ഈശോ അവന്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നതും സങ്കടം തിങ്ങി നിറഞ്ഞ അവളുടെ ചുണ്ടുകൾ വിതുമ്പുന്നതും അവൾ തേങ്ങുന്ന അവൻ വേദനയോടെ നോക്കി. ഈശോ ഒന്നുകൂടെ അവൻ്റെ അടുത്തേക്ക് വന്ന് ഒന്നാഞ്ഞു വലിച്ചു. വല്ലാത്തൊരു ഗന്ധം അവളുടെ മൂക്കിലേക്ക് തുളച്ച് കയറി. ഈശ. സങ്കടം കൊണ്ട് തൊണ്ട വരേണ്ട ഒരു വിളി. രുദ്രന്റെ കണ്ണുകൾ നിറഞ്ഞു. യേശുവിൻ്റെ കണ്ണുകൾ ഒഴുകിയിറങ്ങി. ഇഷ. അവളൊരു പൊട്ടിക്കരച്ചിലോടെ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. സഹിക്കാൻ കഴിയുന്നില്ല. രുദ്രൻ അവളെ മുറുകെ പിണർന്നുകൊണ്ട് തിരിഞ്ഞു നിന്നു. എന്ത് ചെയ്യണമെന്ന് അവൻ അറിയുന്നില്ല. അവളോട് എന്ത് പറയും? ഒന്നും പറയണ്ട, എല്ലാം മനസ്സിലായി കാണും. അവൻ്റെ മുഖത്തേക്ക് അവൾ നോക്കിയ നോട്ടം. രുദ്രൻ വലത്തേക്കായി ഉയർത്തി അവൻ്റെ കവിളിലൂടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുടച്ചു. കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് അവൾ ഒന്നുകൂടെ പുണർന്നു. ഈശോ ശ്വാസം പിടിച്ചു വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. ശ്വാസം വലിച്ചാൽ അവൻ്റെ ശരീരത്തിലെ മണം അവളുടെ മൂക്കിലേക്ക് തുളച്ച് കയറി. വയ്യ. അവളുടെ ഇച്ഛയുടെ അല്ലാത്തൊരു മണം, അല്ലെങ്കിൽ അവളുടെ അല്ലാത്തൊരു മണം. അവളുടെ പ്രിയപ്പെട്ടവനിൽ അവൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നമുക്ക് റൂമിൽ പോവാം. രുദ്രൻ പതിയെ അവളുടെ ചെവിയിൽ പറഞ്ഞതും അവളൊന്നും മിണ്ടിയില്ല. രുദ്രൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മുകളിലേക്ക് നടന്നു. പോകുന്ന പോക്കിൽ അവനും നിന്നു. അശോക്, ഡോറ് ലോക്കായിക്കോ. ഞാൻ വരാതെ ആരെയും പുറത്തേക്ക് വിടണ്ട. അവൻ പറഞ്ഞ അശോക് നോക്കിയത് വിശ്വനെയാണ്. ഞെട്ടിയിട്ടുണ്ട്. ചെറുതായി ആ മുഖത്ത് ഭയവും നിഴലിച്ചിട്ടുണ്ട്. അശോക് ഒരു ചിരിയോടെ പുറത്തുനിന്ന് ഡോർ അടച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. ശ്രദ്ധ തളർച്ചയോടെ സെറ്റിയിലേക്ക് ഇരുന്നു. എന്തിനാണോ ഇത് ചെയ്ത് അത് നടന്നില്ല. എല്ലാം ഇതോടെ തീർന്നുവെന്ന് അവൾക്ക് മനസ്സിലായി. രുദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കിയതും അവൾ മുഖമുയർത്തി നോക്കി. പെട്ടെന്ന് അവനിൽ നിന്ന് അകന്നു മാറി അവളുടെ വലത്തേക്കായി ഉയർത്തി അവൻ്റെ ചുണ്ടിൽ അമർത്തി തുടച്ചു. തുടച്ചെന്ന് പറഞ്ഞാൽ പോരാ, അവളുടെ കൈ കൊണ്ട് അമർത്തി തുടച്ചുകൊണ്ടിരുന്നു.
രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. ഈച്ച ഈച്ച സഹിക്കാൻ പറ്റുന്നില്ല ഈച്ച പറഞ്ഞുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് വീണ് അവൻ്റെ നെഞ്ചിലിട്ട് ഇടിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ കഴുത്തിലെ പാട് കണ്ടതും മറ്റൊന്നും ചിന്തിക്കാതെ അതിലവൾ അമർത്തി കടിച്ചു. സമനില തെറ്റിയ പോലെ. എനിക്ക് പറ്റണില്ല ഈച്ച, ഞാൻ ഈച്ച. അവൻ്റെ നെഞ്ചിൽ അവൾ ശക്തിയിൽ തള്ളിക്കൊണ്ടിരുന്നു. രുദ്രൻ അനങ്ങാതെ നിന്നുകൊണ്ട് കണ്ണുകൾ അമർത്തി അടച്ചു നിന്നു. അവൾക്ക് ദേഷ്യമല്ല, സങ്കടമാണ്, സഹിക്കാൻ പറ്റാത്ത സങ്കടം. ഈച്ച അവൾ നിങ്ങൾ ചെയ്തോ ഈച്ച? അവളൊന്ന് തേങ്ങി. രുദ്രനൊന്നും മിണ്ടിയില്ല. അങ്ങനെ നിന്നു. ഈശു കരച്ചിൽ നിർത്തി അവനിൽ നിന്ന് അകന്നു. കണ്ണുകൾ അമർത്തി തുടച്ചു. ചെല്ല്, പോയി ഫ്രഷ് ആയിട്ട് വായോ, പോ. അവനെ നെഞ്ചിൽ പിടിച്ചു നീതും അവനവളുടെ മുഖത്തേക്ക് നോക്കി. കരഞ്ഞു കരഞ്ഞൊരു പരിവായിട്ടുണ്ട്. രുദ്രൻ വേഗം ഒരു ഷോർട്സ് എടുത്തുകൊണ്ട് ബാത്റൂമിൽ കയറി വാതിൽ വലിച്ചടച്ചു. അവൻ്റെ ഉള്ളിലെ സംഘർഷമായിരുന്നതിൽ മുഴുവനും. അവൻ പോകുന്ന നോക്കി ഈശു ആ ബെഡിലിരുന്നു. കണ്ണുകൾ വീണ്ടും വീണ്ടും നിർത്താതെ ഒഴുകുന്നു. വാശിയിൽ തുടക്കുമ്പോൾ വീണ്ടും വീണ്ടും അവൻ നിറഞ്ഞൊഴുകുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.